സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി. CPM സംസ്ഥാന സെക്രട്ടറിയായി തുടർച്ചയായി രണ്ടാം തവണയും MV ഗോവിന്ദൻ തുടരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് 17 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 89 പേരെ തെരഞ്ഞെടുത്തു. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും. 5 ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി R ബിന്ദുവിനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. വിഭാഗീയതയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഉറപ്പിച്ച് നടപടിയുമായി CPM. കരുനാഗപ്പള്ളിയിൽ വിഭാഗീയതയിൽ പങ്കെടുത്തു കരുതുന്ന CPMന്റെ വനിതാ നേതാവ് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. സുപ്രീം കോടതി മുൻ ജഡ്ജി V രാമസ്വാമി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1989 മുതൽ 1994 വരെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. രാജ്യത്ത് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട ആദ്യ ജഡ്ജിയാണ് V രാമസ്വാമി. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് 2 വനിതാ പോലീസുകാരെ ആക്രമിച്ച വാർഡ് കൌൺസിലർക്കെതിരെ കേസ്. ആറ്റുകാൽ വാർഡ് കൌൺസിലർ R ഉണ്ണികൃഷ്ണനെതിരെയാണ് ഫോർട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ വനിതാ CPO അശ്വിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വനിതാ CPO ജ്യോതിക്കും പരിക്കേറ്റു. കാസർഗോഡ് നിന്ന് 3 ആഴ്ച മുൻപ് കാണാതായ പെൺകുട്ടിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. 15-കാരിയായ പെൺകുട്ടിയും ഇവരുടെ അയൽവാസിയായ 42 വയസ്സുള്ള പ്രദീപ് എന്നിവരെയുമാണ് വീടിന് സമീപത്തുള്ള സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെയും യുവാവിന്റെയും മൃതദേഹങ്ങൾക്ക് 1.5 ആഴ്ചത്തെ പഴക്കമുണ്ട്. അഴുകിയ നിലയിലായിരുന്നു 2 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വധിക്കുമെന്ന് ഊമക്കത്ത് വന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ കഴിയും മുൻപ് വകവരുത്തുമെന്നായിരുന്നു ഊമക്കത്ത്. കഴിഞ്ഞ ദിവസമാണ് ഊമക്കത്ത് ലഭിച്ചത്. രാസലഹരി പാക്കറ്റടങ്ങിയ കവർ വിഴുങ്ങി മരിച്ച യുവാവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മൈക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത്. ഷാനിദിന്റെ മരണം അമിതമായ അളവിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചത് മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഉപരാഷ്ട്രപതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധൻഖറിന്റെ ആരോഗ്യനില അന്വേഷിച്ചുവെന്നും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും എക്സിൽ വ്യക്തമാക്കി. തെലങ്കാനയിൽ തുരങ്ക നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു കുടുങ്ങിയ 8 തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. തുരങ്കത്തിനകത്ത് യന്ത്രത്തിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. യന്ത്രം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ത്യ തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഈടാക്കുന്നത് ഭീമമായ താരിഫാണ്. അതിനാൽ ഇന്ത്യയിൽ ഒന്നുപോലും വിൽക്കാൻ കഴിയുന്നില്ല. തീരുവ ഇനത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ഇപ്പോൾ താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. സമാധാന ചർച്ചകൾക്കിടെ യുക്രൈനിലെ ആക്രമണം ശക്തമാക്കി റഷ്യ. 25 പേർ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 40-ലധികം പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റവരിൽ കുട്ടികളും ഉൾപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിനിടെ അപൂർവ റെക്കോർഡിട്ട് ന്യൂസിലൻഡ് ബാറ്റർ രജിൻ രവീന്ദ്ര. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന ന്യൂസിലൻഡ് ബാറ്റർ എന്ന റെക്കോർഡാണ് രജിൻ സ്വന്തമാക്കിയത്.